പലപ്പോഴും ചർച്ചാ വിഷയമാകാറുള്ള ഒന്നാണ് ക്ലാഷ് റിലീസുകൾ. സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള ക്ലാഷും യുവതാരങ്ങൾ തമ്മിലുള്ള ക്ലാഷും സിനിമാ പ്രേമികൾ ചർച്ചയാക്കാറുണ്ട്. അതോടൊപ്പം സൂപ്പർ താരങ്ങൾ തമ്മിൽ ഉണ്ടാകാറുള്ള ക്ലാഷ് റിലീസുകളും ചർച്ചാ വിഷയമായി മാറുന്നുമുണ്ട്. അത്തരത്തിലൊരു ക്ലാഷിന്റെ ചരിത്രമാണ് സിനിമാ പേജുകളിലെ പ്രധാന വിഷയം. ഈ വർഷത്തെ ക്രിസ്മസ് റിലീസിന് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന്റെയും യുവതാരം നിവിൻ പോളിയുടെയും ചിത്രങ്ങളാണ് ഏറ്റുമുട്ടിയത്. 70 കോടി ബഡ്ജറ്റിലെത്തിയ മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയും നിവിന്റെ ഫീൽ ഗുഡ് എന്റർടൈനർ സർവം മായയും തമ്മിലുള്ള ക്ലാഷിൽ ആദ്യ ദിനം തന്നെ വിജയുടെ കാര്യത്തിൽ തീരുമാനമായി. വൃഷഭയെ ബഹുദൂരം പിന്തള്ളി സർവം മായയുടെ ആധിപത്യത്തിനാണ് ബോക്സ് ഓഫീസിൽ കളമൊരുങ്ങിയത്. പലയിടത്തും വൃഷഭയുടെ ഷോ ക്യാൻസലായപ്പോൾ സർവം മായക്ക് 250-ലധികം ലേറ്റ് നൈറ്റ് ഷോകൾ ചാർട്ട് ചെയ്തു. ആദ്യ ദിനം 8 കോടിയിലേറെ സർവം മായ സ്വന്തമാക്കിയപ്പോൾ 1 കോടി പോലും നേടാനാകാതെ വൃഷഭ വാഷൌട്ടിന്റെ വക്കിലാണ്. ഇത് ആദ്യമായല്ല നിവിൻ പോളിയും മോഹൻലാലും തമ്മിൽ ക്ലാഷ് റിലീസ് സംഭവിക്കുന്നത്. 2014 മുതൽ 4 വട്ടം ഇരുവരും ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 4 തവണയും നിവിൻ തന്നെയാണ് വിജയ് എന്നതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഘടകം. ഒരിക്കൽ പോലും ഈ ക്ലാഷിൽ മോഹൻലാലിന് വിജയിക്കാനായിട്ടില്ല. 2014 മോഹൻലാൽ സത്യൻ അന്തിക്കാട് കോംബോയിൽ എത്തിയ എന്നും എപ്പോഴും എന്ന സിനിമയെ നിവിൻ പോളി വിനീത് പ്രജിത്ത് കൂട്ടുകെട്ടിലൊരുങ്ങിയ ഒരു വടക്കൻ സെൽഫി ബോക്സ് ഓഫീസിൽ മുട്ടുകുത്തിച്ചു. 2 ആഴ്ചയുടെ വ്യത്യാസത്തിലായിരുന്നു ഈ സിനിമകൾ റിലീസ് ചെയ്തത്. വെക്കേഷൻ സീസണിൽ വടക്കൻ സെൽഫിയുടെ തേരോട്ടമായിരുന്നു. പിന്നീട് ഇരുവരും ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയത് 3 വർഷത്തിന് ശേഷമാണ്. 2017 ഓണം സീസണിൽ മോഹൻലാൽ നായകനായ വെളിപാടിന്റെ പുസ്തകവും നിവിൻ പോളിയുടെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയുമായിരുന്നു പ്രധാന ആകർഷണം. റിലീസിന് മുമ്പുണ്ടായിരുന്ന ഹൈപ്പ് വെളിപാടിന്റെ പുസ്തകത്തിന് മുതലെടുക്കാനായില്ല. ചിത്രം വൻ പരാജയമായി. ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയുമായി വന്ന നിവിൻ പോളി ഓണം സീസൺ സ്വന്തം പേരിലാക്കി. 2 വർഷത്തിനിപ്പുറം മറ്റൊരു ഓണം സീസൺ ഇരുവരും ഒരിക്കൽ കൂടി നേർക്കുനേർ വന്നു. ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായി സംവിധായക കുപ്പായമണിഞ്ഞ ലവ് ആക്ഷൻ ഡ്രാമയുമായി നിവിൻ എത്തിയപ്പോൾ മോഹൻലാലിന്റെ വരവ് ഇട്ടിമാണിയുമായാണ്. ഓണം സീസണിന്റെ അഡ്വാൻറ്റേജ് കാരണം ഭേദപ്പെട്ട കളക്ഷൻ ഇട്ടിമാണി സ്വന്തമാക്കിയെങ്കിലും ആ സീസണിലെ വിജയ് ലവ് ആക്ഷൻ ഡ്രാമയായിരുന്നു. 50 കോടിയിലേറെ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കി. 6 വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടി ഇരുവരും ക്ലാഷിനെത്തിയപ്പോഴും കഥയിൽ മാറ്റമൊന്നുമില്ല. മലയാളത്തിൽ ഏറ്റവും അധികം ജനപ്രീതിയുള്ള താരമാണ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് പോസിറ്റീവ് ലഭിച്ചാൽ കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുക്കും. മോഹൻലാലിന് ശേഷം ഈ ജനപ്രീതി സ്വന്തമാക്കാൻ സാധിച്ച നടനാണ് നിവിൻ. ഒരുപാട് കാലമായി കാത്തിരുന്ന നിവിന്റെ കംബാക്ക് ഇതുപോലെ ഗ്രാൻഡ് ആയതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ.